ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് കണ്ട വെള്ളത്തിൻ്റെ അകത്താണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കുട്ടനാട് പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ എല്ലാം വെള്ളമാണ്. എവിടെയും പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇവിടെ എല്ലാം വെള്ളം കയറി. ഇവിടെ ഒരു മീൻ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് പൊക്കി നോക്കാം വല്ലതും ഉണ്ടോ എന്ന്. ഇവിടെയൊക്കെ നല്ല വെള്ളം കയറി കിടക്കുവാണ്. വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളമായി. അപ്പോൾ നമ്മൾ അതിന് വെച്ചാണ് ഇവിടെ. 3-4 കുറുവ കിടപ്പുണ്ട്. കാരിയുണ്ട് അതിനകത്ത്. ഉണ്ടോ? ഇപ്പോൾ തോട് ഏതാ കര ഏതാന്ന് അറിയാൻ പറ്റത്തില്ല. കണ്ടോ, ഇത് റോഡാണ്. കണ്ടോ, ഇത് റോഡാണ്. ഇവിടെ എണ്ണം തോടാണ്. അപ്പം ഈ നമുക്കിടാം അതിനകത്തോട്ട്. കണ്ടോ, നമുക്കിത് ഇത്രയും കുറുവ ഒരു കാരിനെ എന്തോ കടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കണ്ടോ, കാണിച്ചേ. ഇതേ കണ്ടോ, മഞ്ഞക്കൂരി. എന്തോ കടിച്ചിട്ടുണ്ട് കാരിനെ. അത് കളയുവാണ് നമ്മളെ. ഇത് ഇത്രയും കുറുവയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ചെറിയൊരു മഞ്ഞക്കൂരി ഉണ്ട്. ദേ കണ്ടോ, ഇതാണ് മഞ്ഞക്കൂരി. കൂടുവെപ്പൊക്കെ നിർത്തിയെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്നാ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ചിലർ ഇതിനെ പുല്ലനെന്നൊക്കെ പറയും. ഇനി വെള്ളം കൂടിയോണ്ട് ഇനിയും കൂട് വെച്ച് കഴിഞ്ഞാൽ കിട്ടത്തില്ലായിരിക്കും. കണ്ട് ഇവിടെ മൊത്തം വെള്ളം കയറി. കുട്ടനാട് മൊത്തം വെള്ളമാണ്. ഇത് കണ്ടോ, ഞങ്ങളുടെ പട്ടിയൊക്കെ പുറത്തോട്ടിറങ്ങാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് അതിൻ്റെ അകത്ത്. ഇവിടെ ശങ്കര വെള്ളമാണോ? ഇവിടെ വെള്ളമാണോ? ഇവിടെ ശങ്കരനൊക്കെ വെള്ളം കയറി അകത്ത് കയറി ഇരിക്കുകയാണ് കൂടിൻ്റെ അകത്ത്. കണ്ടോ, അവിടെ എല്ലാം വെള്ളമാണ്. അവിടെ കുറച്ചും കൂടെ വെള്ളം കൂടുതലുണ്ട്. അവിടെ മുട്ടാണ്. അവിടെ എല്ലാം തോടും ഇതെല്ലാം കൂടെ. പക്ഷെ ഇതിപ്പോൾ തോട് ഏതാ കര ഏതാണെന്നൊന്നും അറിയത്തൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് വന്ന വരവായിരുന്നു. അവിടെ അച്ഛൻ ഒരു കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എഴുന്നേറ്റ് വന്നതാണ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാം വെള്ളമാണ്. നിങ്ങളുടെ അവിടെയൊക്കെ വെള്ളം കയറിയോ? ഇപ്പം എനിക്ക് തോന്നുന്നു മിക്ക സ്ഥലത്തും വെള്ളമായിരിക്കും. പിന്നെ കുട്ടനാട്ടിൽ മൊത്തവും ഇപ്പോൾ വെള്ളം കയറി ഇങ്ങോട്ട് വരും. എവിടെ മഴ പെയ്താലും എവിടെ ഉരുൾപൊട്ടിയാലും എല്ലാ വെള്ളവും ലാസ്റ്റ് വന്ന് അടിയുന്നത് കുട്ടനാട്ടിലാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും. ഇനി ഞങ്ങൾക്ക് വെള്ളം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവിടെ ഒരു കുളമുണ്ട്. ഈ കുളമാണെങ്കിൽ ഇതുണ്ട്, മൊത്തവും ഇത് ഇങ്ങനെ നിറഞ്ഞിരിക്കും. അതുകൊണ്ട് ഇത് കുളമാണോ അതോ കരയാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. നോക്കി, ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ അത് ആന്ന് പോവുകയും ചെയ്യും. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അറിയാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഒരു പേരയ്ക്ക നിൽക്കുന്നുണ്ട്. കാണാൻ പറ്റും. ഇവിടെ ഒരു പേരയ്ക്ക നിൽക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാ. ഞാൻ ഇത് കണ്ടില്ലായിരുന്നു. ഇന്നലെ ഇങ്ങോട്ട് വന്നായിരുന്നു, കണ്ടില്ല. അപ്പോൾ നമുക്ക് ഈ പേരയ്ക്ക അറിയാതുകൊണ്ട് ഇത് ഇവിടം വരെ കുളമാണ്. കുളത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ കൂടെ അറിയാൻ പാടില്ല. ഇതുകൊണ്ട് വലിയ പേരയ്ക്ക കിടക്കുന്നു. ഇതിനി ഇവിടെ കടന്നു കഴിഞ്ഞാൽ വലിയ സാധനം കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ എനിക്ക് പോക്കറ്റില്ല. അവിടെ ഒരെണ്ണം കടപ്പുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഇത്ര ഉണ്ട്. പക്ഷെ ഇത് പൊട്ടാന്ന് തോന്നുന്നു. ഇത് പൊട്ട, ഇത് കരിമ്പൊട്ട. ഇതിവിടെ ഒരെണ്ണം കടപ്പുണ്ട്. കണ്ടോ, ഇതും പൊട്ട. വെറുതെ പൊട്ട് പറിച്ച്. കണ്ടോ, ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ? കണ്ടം കണ്ടോ, ഇതൊക്കെ കണ്ടം. അപ്പോൾ അങ്ങോട്ടൊക്കെ മൊത്തവും പറമ്പാണേ. അവിടെ ഒരു ലൂബിക്ക മരം നിൽപ്പുണ്ടായിരുന്നു. അങ്ങോട്ട് നിൽക്കി പറ്റുവാണേ പോവാം. കണ്ടോ, ഇതുവഴി കയറി പോകാൻ പറ്റും. പക്ഷെ ഇതുവഴി കയറി പോകണ്ട. കാരണം അല്ലെങ്കിൽ നോക്കാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇത് പോകാൻ കുറച്ച് പാടാണ്. ഇത് കണ്ടോ, ആ സൈഡിൽ കണ്ടോ, ഇതൊരു അപ്പുറത്തെ വീട്ടിലൊരു പറമ്പാണ്. ഇതുവഴിയല്ല ശരിക്കും പോകുന്നത്, റോഡിൽ കൂടെ കറങ്ങി വേണം. അയ്യോ, ഇതുകൊണ്ട് ഇവിടെ ഇത്രയും വെള്ളമുണ്ട്. അയ്യോ ദൈവമേ, ഇതുവഴി പോകാൻ പേടിയാണ്. കാരണം ആ റോഡിലോട്ട് എപ്പോഴും ഇതുവഴി പാമ്പഴഞ്ഞ് കയറുന്നതാണ്. മുമ്പിൽ മൂർക്കം പാമ്പും അതും ഇതും എപ്പോഴും ഇപ്പറേ വശത്തോട്ട് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എല്ലാം വെള്ളമാണ്, മൊത്തം വെള്ളമാണ്, മൊത്തം നീന്തണം. അവിടെ ഒരു ലൂബിക്ക മരം. അയ്യോ, എന്തോ ഇപ്പം ചാടി. ദൈവമേ, എന്തുവാണ്. ഈ വെള്ളം ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. സാധാരണ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്കിന് ഇവിടെ ഒരു 2-3-4-5 വെള്ളപ്പൊക്കം വരുന്നതാണ്. പക്ഷെ ഇത്തവണ നല്ല വെയിലായിരുന്നു ജൂൺ ജൂലൈ ആയിട്ട്. ഇപ്പോൾ ആഗസ്റ്റ് ആയപ്പോഴാണ് ഇത് വെള്ളപ്പൊക്കം വരുന്നത്. അതും ഇത് ഒരു ദിവസം കൊണ്ട് കയറിയ വെള്ളമാണ് ഇത് മൊത്തവും.
നമ്മൾ ലൂപിക്കാമരത്തിന് എടുത്തോ. ദേ കണ്ടോ, ദേ ലൂപിക്കാമരം, ദേ കണ്ടോ. അതുകൊണ്ട് ഇത്രയോ ഉണ്ട് ഈ ലൂപിക്കാൻ, വലിയ ലൂപിക്കാമരം. ദൈവം ഇവിടെ എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. അയ്യോ ഈശ്വര ദൈവമേ. ഇതുണ്ടോ, ലൂപിക്കുണ്ട്. നേരത്തെയൊക്കെ വന്ന് പറിക്കുമായിരുന്നേ, കണ്ടോ. നേരത്തെയൊക്കെ ഞങ്ങൾ ഇഷ്ടംമാതിരി വന്ന് പറിക്കുമായിരുന്നു. ഇപ്പം സമയവും ഇല്ല, മറന്നും പോയി ഈ കാര്യമൊന്നും. ഇതേ കണ്ടോ, ഇഷ്ടംമാതിരി ഉണ്ട്. അങ്ങോട്ട് മണ്ടയ്ക്കോടൊക്കെ ഉണ്ട്, കണ്ടോ, ഒത്തിരി ഉണ്ട്, കണ്ടോ. ഇത് തോടാ, ഇവിടെ വെള്ളം കിടപ്പുണ്ട്. ഇത് തോട്, അത് കര, അതിൻ്റെ അപ്പുറം തോട്, അത് കര, അതിൻ്റെ അപ്പുറം തോട്. അങ്ങനെ ഇവിടെ എന്തോ പറയും, ചിറയോ എന്തോ പറയും, എന്തോ അങ്ങനെ കിടക്കുന്നത്. ഇതിപ്പോൾ മൊത്തം വെള്ളം കയറി കഴിയുമ്പോഴത്തേക്കിന് കര ഏതാ ചിറ ഏതാന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയാണ്. കണ്ടോ ലൂപിക്കാൻ മരം ഇത്രയും വലിയ, എന്ത് കാണാൻ പറ്റും, അത് ഇത്രയും വലിയ ലൂപിക്കാൻ മരമാണ്. ഞാൻ പറിച്ചില്ല, ഞാൻ ചുമ്മാ കാണിക്കാൻ വന്നേ. കണ്ടോ അവിടെ ഒരു വെള്ളമൊക്കെ കിടപ്പുണ്ട്. വെള്ളമല്ല, വെള്ളം കിടപ്പുണ്ട്. കണ്ടോ അവിടെ കര, അതിൻ്റെ അപ്പുറം ചിറ, അങ്ങനെ. അതിപ്പോൾ ചിറ ഏതാ കര ഏതാ വെള്ളം ഏതാ ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. മൊത്തവും ഒരു പോണക്ക് കിടക്കുന്നു. അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ വരുമ്പം വെള്ളത്തിലോട്ട് കണ്ട കുഴിഞ്ഞു പോയി. അറിയാൻ പാടില്ലാത്ത ആളാണെങ്കിൽ വരുമ്പോഴത്തേക്കിനും മനസ്സിലാവത്തില്ല വേഗം കര ഏതാ ചിറ ഏതാ ഏതൊക്കെയാണ്. കാരണം ഇത് മൊത്തം എന്ത് കണ്ടു ഒരു പോണക്ക് കിടക്കുന്നു. ഇപ്പോൾ ഇത് വെള്ളം ഏതാ കര ഏതാന്ന് മനസ്സിലാവുമോ? വന്നു കഴിയുമ്പോൾ മനസ്സിലാവത്തില്ല. ഉണ്ടോ, അയ്യോ കണ്ടോ മൊത്തം ഇങ്ങനെ കിടക്കും. അയ്യോ, കുറേ സ്ഥലത്ത് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമാണെന്നെല്ലാം കേട്ടു. ഇവിടെ ഇനി അതെല്ലാം ഇങ്ങോട്ടായിരിക്കും വരുന്നത്. ഇവിടെ എപ്പോഴും വെള്ളപ്പൊക്കമായിരുന്നു, എപ്പോഴും. ശരിക്കും പറഞ്ഞാൽ വെള്ളം പൊങ്ങി മടുത്ത്. കാരണം കഴിഞ്ഞ വട്ടമൊക്കെ എത്ര വെള്ളപ്പൊക്കമായിരുന്നു. സാധാരണയൊക്കെ 18-ലൊക്കെ 1-2 വെള്ളപ്പൊക്കമൊക്കെ ആയിരുന്നു വരുന്നത്. ഇപ്പോൾ എന്നും വെള്ളപ്പൊക്കം എന്നും വെള്ളപ്പൊക്കം ഒന്നും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് അവസ്ഥ എന്നറിയിക്കുക. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.